ചെറിയ ഒരു തുക എന്ന് നമ്മൾക്ക് തോന്നുന്നത് ഒരു വർഷത്തിൽ ഒരു തവണ ആണ് ഇത് വർദ്ധിപ്പിക്കുന്നതെങ്കിൽ ചെറിയ തുകയാണ്. ഈ പലതുള്ളി പെരുവെള്ളം എന്ന് ഉള്ള വാക്കിനെ അർത്ഥവത്താക്കുന്ന രീതി ഇവിടെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ്, അതിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന മേഖലയാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒട്ടും അംഗീകരിക്കാൻ വയ്യാത്ത ഒരു മേഖലയിലാണ്. എന്താണത്? ആഹാരം പാചകം ചെയ്ത് കഴിക്കാതിരിക്കാൻ കഴിയുമോ? വീട്ടിൽ വേണമെങ്കിൽ അത് ഒഴിവാക്കാമെന്ന് വെച്ചാൽ പുറത്തു നിന്നാണെങ്കിലും ഇത് കഴിക്കണമല്ലോ. അപ്പോൾ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3 നേരമെങ്കിലും ആഹാരം കഴിക്കേണ്ടി വരും. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയും, മനുഷ്യന്റെ ഒരു തനി സ്വഭാവം കാണണമെങ്കിൽ, ജന്മസിദ്ധമായ മനുഷ്യ സ്വഭാവം കാണണമെങ്കിൽ ഒരു 2-3 ദിവസം പട്ടിണി കിട്ടാൽ മതി. വലിയ സമാധാന പ്രേമികളെന്നും വലിയ പരിഷ്കാരികളെന്നും ഒക്കെ പറയുന്ന നമ്മളെല്ലാം നമ്മളുടെ തനി സ്വഭാവം കാണിക്കും. അപ്പൊ നമുക്ക് ആഹാരം ഒഴിവാക്കാൻ പറ്റില്ല. ആ ആഹാരം പാചകം ചെയ്തേ പറ്റൂ. പാചകം ചെയ്യുന്നതിനാണ് ഗ്യാസ്. ഈ ഗ്യാസ് ഇല്ലാതിരുന്ന കാലത്തൊക്കെ ആളുകൾ ജീവിച്ചിരുന്നില്ലേ എന്നൊക്കെ മറുചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അത്തരം വിഡ്ഢിത്തങ്ങൾ പറയാൻ കഴിയുമെന്നല്ലാതെ പ്രായോഗിക ജീവിതത്തിൽ ഗ്യാസ് ഇല്ലാത്ത ഒരു വീടും ഇന്നിപ്പോൾ ഇല്ല. ഇപ്പോൾ അല്പം മുമ്പ് അഭിജിത്ത് ഒരു വീട്ടമ്മയുമായി സംസാരിച്ചപ്പോൾ നമ്മൾ കേട്ടു, അവര് പാചകം ചെയ്യുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ് വരെ കുറച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം ഈ ഗ്യാസിന്റെ വില. അപ്പൊ ഈ ഗ്യാസിന് വില വർദ്ധിക്കുന്നതനുസരിച്ച് ആളുകളുടെ ശമ്പളത്തിലോ കൂലിയിലോ വർധനവ് വരുന്നില്ലല്ലോ. അപ്പൊ അത് നിശ്ചിതമായ ഒരു തുക അതുപോലും മര്യാദയ്ക്ക് കിട്ടാതിരിക്കുന്നു. ഇപ്പുറത്ത് ഓരോ ദിവസവും വേണ്ടി വരുന്ന സാധനങ്ങളുടെ വില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ ഗ്യാസ് മാത്രമല്ലല്ലോ, ഗ്യാസുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണല്ലോ പെട്രോളും ഡീസലും. അതിൽ തന്നെ പെട്രോളിൻ്റെത് പിന്നെയും നിവർത്തിയുണ്ട്. ഈ ഡീസലിന്റെയൊക്കെ വില വർധനവ് നമ്മളുടെ ചരക്ക് ഗതാഗതത്തെ മുഴുവൻ ബാധിച്ചിട്ട് അതിനോടൊപ്പം പാൽവിലയും ഒക്കെ വർദ്ധിപ്പിച്ചപ്പോൾ ഒരു 10 രൂപയ്ക്ക് ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ 15 രൂപ കൊടുക്കണ്ടേ? അത് 2 നേരം ചായ കുടിക്കേണ്ടി വന്നാൽ ഒരാളിന് 10 രൂപ ഒരാളിന് ഒരു ദിവസം അധികം വരുന്നില്ലേ? അയാൾ 2 വീലറോ കാറോ ഓടിക്കുന്ന ആളാണെങ്കിൽ എത്ര രൂപ അവിടെ അധികം വരുന്നു? ഗ്യാസ് വീട്ടിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ എത്ര രൂപ? ഇപ്പോ ഈ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ മാർച്ച് 7-നാണ് കൃത്യം ഇതിനൊക്കെ ഓരോന്നിനും ഈ ദൈവത്തെ തൊഴാൻ മലയാള മാസം 1-ാം തീയതി ആരും മറക്കില്ല എന്ന് പറയുന്നത് പോലെ ഈ വില വർധനവിന് സർക്കാരും കേന്ദ്ര സർക്കാർ പെട്രോൾ ഡീസലിനാണെങ്കിൽ എല്ലാ മാസവും 1-ാം തീയതിയും ഈ ഗ്യാസിന് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 7-ാം തീയതിയുമായിരിക്കാം കൃത്യമായി ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. കാരണം മാർച്ച് 7-നാണ് 60 രൂപ നമ്മളുടെ ഗാർഹിക കണക്ഷന് കൂട്ടിയത്. ഇപ്പോൾ ജൂൺ 7-ആണ്, കൃത്യം 3 മാസം നോക്കിയിരിക്കുകയാണ്. 90 ദിവസം തികഞ്ഞാൽ ഉടൻ വർദ്ധിപ്പിക്കുകയാണ് 29 രൂപ. ഇനി ഈ 60ഉം 29ഉം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തുകകൾ ഓരോ 3 മാസവും ഇങ്ങനെ വരുമ്പോൾ ഇപ്പൊ തന്നെ ഈ 2 വർധനവിലൂടെ 60ഉം 29ഉം 89 രൂപയായി. ഈ പുതിയ വർഷത്തിൽ ആകെ എത്ര ദിവസമായി? 5 മാസം കഴിഞ്ഞതേ ഉള്ളൂ, 6-ാം മാസം ആവുന്നേ ഉള്ളൂ. 160 ദിവസം ആയപ്പോഴത്തേക്ക് ഇത്രയും രൂപ 89 രൂപ കൂടിയെങ്കിൽ ഓരോ ദിവസവും 55 പൈസ വെച്ച് കൂടുകയാണ്. നമ്മളിപ്പോ ഈ ഓട്ടോറിക്ഷയിൽ കയറിയിരുന്ന ഓരോ 100 മീറ്റർ കഴിയുമ്പോഴും മീറ്റർ മറിയും. അതുപോലെ ഇപ്പം നമ്മളുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഈ കലണ്ടർ രാവിലെ എടുത്തു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഈ ഗ്യാസിന്റെ വില 55 60 പൈസ വെച്ചങ്ങ് കൂട്ടിക്കൊണ്ട് പോയാൽ ഇത് ഒരു വലിയ വിഷയമായി വരുന്നില്ല. അപ്പോ 14 കിലോയുടെ ഒരു ഗാർഹിക സിലിണ്ടറിന് ഇപ്പൊ കൊടുക്കേണ്ടി വരുന്നത് ചെറിയ ചെറിയ വേരിയേഷൻ ഈ ജില്ലകൾ അടിസ്ഥാനത്തിൽ വരുമെങ്കിലും 950 രൂപ ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഫിക്സ് ചെയ്യാം. ഇനി കൊണ്ടുവരുന്നവർക്ക് ഒരു 50 രൂപ കൊണ്ട് പടി അത് കൊടുക്കണ്ടെന്നൊക്കെ പറയുമെങ്കിലും അത് കൊടുത്തേ പറ്റൂ. അതും കൂടെ ചേർത്താൽ 1000 രൂപയായി. അപ്പോ ഒറ്റയടിക്ക് ഈ 29 രൂപ ഇപ്പോൾ കൂടുന്നു, 60 രൂപ കൂടി. ഇനി 3 മാസത്തിന് കഴിഞ്ഞേ കൂട്ടുകയുള്ളെങ്കിൽ മഹാഭാഗ്യം. എപ്പോൾ കൂട്ടിയാലും കൊടുത്തല്ലേ പറ്റൂ. ഇവിടെ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ
എന്തിനാണ് ഈ ഗ്യാസിനും പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കേണ്ടത്? അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലില് ഡോളർ കണക്കിനാണ്. അവിടെ വർധനവ് വരികയാണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ വർധനവിന് വിധേയമായ ന്യായമുണ്ട്. അവിടെ ഇന്നത്തെ ദിവസത്തെ നമ്മൾ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില എടുത്ത് നോക്കിയാൽ 92 93 ഡോളറേ ഉള്ളൂ. 100 താഴെയാണ് ഇപ്പോഴും. അപ്പോ അവിടെ ബാരലിന് വില വർദ്ധിക്കുന്നില്ല. പിന്നെ നമ്മുടെ ഗവൺമെന്റ് എണ്ണ കമ്പനികളോ പറയുന്നത് എന്താ? ഇതിന്റെ ഷോർട്ടേജ് ഉണ്ടോ എന്നാണ്. ഗവൺമെന്റും എണ്ണ കമ്പനികളും പറയുന്നു ഷോർട്ടേജ് ഒന്നുമില്ല, ബുക്ക് ചെയ്താൽ ഉടൻ കിട്ടുമെന്ന്. അപ്പൊ ഷോർട്ടേജ് ഇല്ല, അവിടെ വില വർദ്ധിക്കുന്നുമില്ല. പിന്നെ എന്തിനാണ് ഇവർ ഈ വില വർദ്ധിക്കുന്നത്? ഇപ്പൊ ഇന്നത്തെ ഒരു വാർത്ത കേട്ടിട്ട് ചിരിയാണ് വന്നത്. ഒരു സിലിണ്ടർ നമ്മൾക്ക് ഈ 950,000 രൂപയ്ക്ക് തരുമ്പോൾ 700 രൂപ ഇവർക്ക് കമ്പനിക്ക് നഷ്ടമാണെന്ന് പറയുന്നത് ആരാ? കമ്പനി തന്നെയാണ്. അത് നഷ്ടമാണെന്ന് കമ്പനി പറയുമ്പോൾ അതിന് ഏറ്റു പറയുന്ന ആരാ? കേന്ദ്ര സർക്കാരാണ്. ഇവിടെ നമ്മൾക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ സർക്കാരുകള് പല പദ്ധതികളും നടപ്പിലാക്കാനായിട്ട് ടെൻഡർ വിളിക്കും. കോൺട്രാക്ടർമാര് ആ ടെൻഡർ ഏറ്റെടുക്കും. ആ ടെൻഡർ ഏറ്റെടുക്കുന്ന കരാറുകാരനും ഗവൺമെന്റിനും ഉദ്യോഗസ്ഥർക്കും എല്ലാം അറിയാം ഇതില് ഈ കോൺട്രാക്ടർ ഉദ്യോഗസ്ഥർക്ക് രൂപ കൊടുക്കണം, ഒപ്പം ഇത് അനുവദിച്ചു കൊടുക്കുന്ന ഭരണകക്ഷിക്കും കൊടുക്കണം. ഇതെല്ലാം കൂടി ഈ ടെൻഡറിനകത്ത് ഇതിന്റെ എസ്റ്റിമേറ്റിനകത്ത് വരുന്നത് പോലെ എണ്ണ കമ്പനികൾ ഇപ്പോൾ ചെയ്യുന്ന എന്താ? അവർക്ക് ലാഭം വേണം. ആ ലാഭം ഉണ്ടാക്കാൻ അനുവദിക്കുന്ന ഗവൺമെന്റിന് വേറെ പണം കൊടുക്കണം. ഇവിടെ നമ്മൾ ഇതെല്ലാം കൊടുക്കേണ്ടി വരും. എണ്ണ കമ്പനിക്കാരന് കൊടുക്കണം. ഇതെല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് ഈടാക്കുകയാണ്. ഇത് എത്ര നാളിങ്ങനെ പോകാൻ കഴിയും? ഇപ്പോ ഈ തുടർച്ചയായി ഈ വർധനവ് വന്നതോടുകൂടി ഇപ്പൊ നമ്മളൊക്കെ ഏതാണ്ട് ഇതൊക്കെ അങ്ങ് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി ഈ ചിലപ്പോൾ അല്പം നർമ്മം കലർത്തി പറഞ്ഞാൽ ഇന്ന് വർദ്ധിപ്പിക്കാഞ്ഞത് എന്താണെന്ന് അങ്ങോട്ട് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. ഇത് സംഘടിതമായി എതിർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയമല്ല, ഏത് പാർട്ടിയാണെങ്കിലും സാധാരണക്കാരന് ഈ വീട്ടിൽ കിട്ടുന്ന ഈ ഗ്യാസിന്റെയൊക്കെ വീട്ടിൽ കിട്ടുന്ന മാത്രമല്ല ഹോട്ടലിലുള്ളതിനും കൂട്ടാൻ പാടില്ല. കാരണം അവിടെ പോയി കഴിക്കുന്നത് നമ്മൾ തന്നെയാണ്. വീട്ടിൽ കഴിക്കാൻ പറ്റാത്തപ്പോൾ പിന്നെ ഒരുപക്ഷെ വീട്ടിനേക്കാൾ കൂടുതൽ ആശ്രയിക്കുന്ന അപ്പുറത്താണ്. അപ്പൊ ഇതിനെ കേന്ദ്ര ഗവൺമെന്റ് ഈ പരിപാടി നിർത്തലാക്കണം. ഇത് നിർത്തലാക്കിയില്ലെങ്കിൽ സംഘടിതമായി സമരം ചെയ്യേണ്ടി വരും, ഒരു സംശയവുമില്ല. അത്തരം ഒരു സന്ദർഭത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു വീട്ടമ്മ പറയുന്നത് നമ്മൾ കേട്ടു, ഞങ്ങൾ സ്ത്രീകൾ അങ്ങനെ സംഘടിച്ച് സമരം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നാണ്. അവരുടെ ഗതികേടുകൾ കൊണ്ടാണ് അത് പറയുന്നത്. ഇവിടെ നിലനിൽപ്പിനെ, ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഈ വില വർധനവ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. ഏറ്റവും ശക്തമായി മാധ്യമങ്ങൾ, അതിലൊക്കെ സി ന്യൂസ് എപ്പോഴും ഇതെപ്പോൾ വർദ്ധിപ്പിച്ചാലും രൂക്ഷമായി ജനങ്ങളുടെ പ്രതികരണം ഭരണാധികാരികളിൽ എത്തിക്കുന്നുണ്ട്. നല്ല കാര്യം. സംഘടിതമായി നമ്മൾക്ക് ഈ വിലവർദ്ധനവിനെതിരെ പ്രതിഷേധിക്കേണ്ടതുണ്ട്. അത് പൊതുമുതൽ നശിപ്പിച്ചോ ജനജീവിതം ബുദ്ധിമുട്ടിച്ചോ ആകാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശക്തമായ പ്രതിഷേധം നമ്മൾക്ക് ഇക്കാര്യത്തിൽ കേന്ദ്രത്തെ അറിയിക്കേണ്ടതുണ്ട്. എണ്ണ കമ്പനികളുടെ മേൽ നിയന്ത്രണം തിരിച്ചു കിട്ടേണ്ടതായിട്ടുണ്ട്. ആ പഴയ നിലയിലേക്ക് തിരികെ കൊണ്ടുവരണം. അനിവാര്യമായ സന്ദർഭത്തിൽ വർധനവ് നമ്മൾക്ക് അംഗീകരിക്കാം. ഇത് മനുഷ്യനെ കളിയാക്കുന്നതിന് തുല്യമാണ്. ഞങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ അടിമകളാണ്, നിങ്ങളത് തന്നിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളത് വാങ്ങിച്ചിരിക്കും എന്നുള്ള ഈ ധാർഷ്ട്യം, അത് ഏത് ഗവൺമെന്റ് ആയാലും ഏത് പാർട്ടി ആണെങ്കിലും ഏത് പ്രധാനമന്ത്രി ആയാലും വകവെച്ച് കൊടുക്കാൻ പാടില്ല. സംഘടിതമായി ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകണം. അത് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇനിയെങ്കിലും സർക്കാരും എണ്ണ കമ്പനികളും കണ്ണു തുറക്കണം. ഈ കൊലച്ചതി, ഈ ഇരുട്ടടി, ജനങ്ങളുടെ നടുവടിക്കുന്ന ഈ പരിപാടി മേലിൽ ആവർത്തിക്കരുത് എന്ന് മാത്രമാണ് നമ്മൾക്ക് എല്ലാവർക്കും കൂട്ടായി അവരോട് പറയുവാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.